Question 26. Which is the election symbol of the Republican Party in the United States? അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഹാൻഡ്. ഇത് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നമായതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി വീൽ. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നമല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എലിഫന്റ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം ആനയാണ്. അതിനാൽ ഈ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ഡി ലൂട്ടസ്. ഇത് ഇന്ത്യയിലെ BJP പാർട്ടിയുടെ ചിഹ്നമായതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ സി. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ആനയാണ്. അതേസമയം അവിടുത്തെ മറ്റൊരു പ്രധാന പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം കഴുതയാണ്. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ആശ്വാസകിരണം പദ്ധതി. ഓപ്ഷൻ ബി പ്രത്യുത്ഥാനം പദ്ധതി. മൂന്നാമത്തെ ഓപ്ഷൻ സഹജീവനം പദ്ധതി. ഓപ്ഷൻ ഡി മിത്രം പദ്ധതി. ആൻസർ ബി പ്രത്യുത്ഥാനം പദ്ധതി 2018 പ്രളയത്തിൽ വീട് നാശനഷ്ടം സംഭവിച്ചവരിൽ കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകാൻ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി രൂപീകരിച്ചതാണ്. ക്വസ്റ്റ്യൻ 29. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഭിന്നശേഷി വിഭാഗം. ഓപ്ഷൻ ബി യുവജനങ്ങൾ. മൂന്നാമത്തെ ഓപ്ഷൻ വയോജനങ്ങൾ. ഓപ്ഷൻ ഡി വിദ്യാർത്ഥികൾ. ആൻസർ സി. സല്ലാപം, മന്ദഹാസം പദ്ധതികൾ വയോജനങ്ങളുടെ ക്ഷേമത്തിനും മാനസിക പിന്തുണയ്ക്കുമായി രൂപീകരിച്ചതാണ്. ഒറ്റപ്പെടൽ കുറയ്ക്കുകയും സാമൂഹിക ഇടപെടൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ 30. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക, കലാ, കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ യുവശക്തി. യുവജനങ്ങളുടെ സമഗ്ര വികസനത്തിനും ശക്തിപ്പെടുത്തലിനുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു പൊതുവായ പദ്ധതിയാണിത്. ഇത് പ്രത്യേകമായി കലാകായിക മത്സരങ്ങൾക്കായുള്ള പദ്ധതിയല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി കേരളീയം. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക, കലാ, കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാൻ അവസരം നൽകുന്ന പദ്ധതിയാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സ്ലാഷ് പദ്ധതി. യുവജനങ്ങൾക്ക് തൊഴിൽപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പരിശീലന പദ്ധതിയാണിത്. ഇത് കലാ, കായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി യുവജന കമ്മീഷൻ. യുവജനങ്ങളുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും പരിഗണിക്കുന്നതിനായി രൂപീകരിച്ച ഒരു സ്ഥാപനമാണിത്. ഒരു പദ്ധതിയല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ബി കേരളീയം പദ്ധതി 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക, കലാ, കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കാൻ അവസരം നൽകുന്നു. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത കേരളം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ബി നവജീവൻ. ജീവിത മെച്ചപ്പെടുത്തലിനും പുനരധിവാസത്തിനുമായി ബന്ധപ്പെട്ട പദ്ധതിയാണിത്. മാലിന്യ നിയന്ത്രണവുമായി ഇതിന് ബന്ധമില്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സമാശ്വാസം പദ്ധതി. വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിയാണിത്. മാലിന്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി സമന്വയ പദ്ധതി. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. മാലിന്യമുക്ത കേരളം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ എ സ്നേഹാരാമം പദ്ധതി മാലിന്യമുക്ത കേരളം ലക്ഷ്യമാക്കി സർക്കാർ നടപ്പിലാക്കിയതാണ്. കേരളത്തെ ശുചിയായി നിലനിർത്താനും മാലിന്യ നിയന്ത്രണം ശക്തമാക്കാനും ഇത് സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ 32. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏതു ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ തൈറോക്സിൻ. തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കായി എല്ലായ്പ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണിത്. ഗർഭകാലത്ത് മാത്രം ഉള്ളതല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ HCG. ഗർഭകാലത്ത് പ്ലസന്റ നിർമ്മിക്കുന്ന ഹോർമോണാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഈസ്ട്രോജൻ. സ്ത്രീ ശരീരത്തിൽ സാധാരണയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണിത്. ഗർഭകാലത്ത് മാത്രം കാണപ്പെടുന്നതല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി പ്രൊജസ്റ്റിറോൺ. ആർത്തവ ചക്രത്തിലും ഗർഭകാലത്തും ഒരുപോലെ കാണപ്പെടുന്ന ഹോർമോണാണിത്. ഗർഭകാലത്ത് മാത്രം ഉള്ളതല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ബി
HCG ഹോർമോൺ ഗർഭകാലത്ത് പ്ലസന്റ നിർമ്മിക്കുന്നതാണ്. ഗർഭധാരണത്തെ നിലനിർത്താനും സ്ഥിരീകരിക്കാനും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ക്വസ്റ്റ്യൻ 33. ജലദോഷത്തിന് അഥവാ കോമൺ കോൾഡ് കാരണമായ രോഗകാരി ഏതാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ റൈനോ വൈറസ്. മനുഷ്യരിൽ ജലദോഷത്തിന് പ്രധാനമായും കാരണമാകുന്ന വൈറസാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ബി HIV വൈറസ്. ഇത് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസാണ്. ജലദോഷവുമായി ഇതിന് ബന്ധമില്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സ്ട്രെപ്റ്റോകോക്കസ്. ഇത് പ്രധാനമായും തൊണ്ടവേദനയ്ക്കും മറ്റ് ഇൻഫെക്ഷനുകൾക്കും കാരണമാകുന്ന ബാക്ടീരിയയാണ്. ജലദോഷത്തിന് സാധാരണ കാരണമാകാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി ബാക്ടീരിയോഫേജ്. ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന വൈറസാണ്. മനുഷ്യരിൽ ജലദോഷം ഉണ്ടാക്കാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ എ. ജലദോഷം പ്രധാനമായും വൈറസ് മൂലമുള്ള രോഗമാണ്. അതിൽ റൈനോ വൈറസ് ഏറ്റവും സാധാരണ കാരണമാണ്. വൈറസ് രോഗങ്ങൾ പഠിക്കാനുള്ള കോഡ്. ജലദോഷമുള്ള DSP മിച്ചർ തിന്നു. ജലദോഷമുള്ള എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജലദോഷം എന്നതാണ്. D എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡെങ്കിപ്പനി എന്നതാണ്. S എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാർസ് എന്നതാണ്. P എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പന്നിപ്പനി ബൈ പക്ഷിപ്പനി എന്നതാണ്. M എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മീസൽസ് ബൈ മുണ്ടിനീര് എന്നതാണ്. I എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻഫ്ലുവൻസ എന്നതാണ്. C എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിക്കുൻ ഗുനിയ ബൈ ചിക്കൻ പോക്സ് എന്നതാണ്. H എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്നതാണ്. A എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എയ്ഡ്സ് എന്നതാണ്. R എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റാബീസ് എന്നതാണ്. ക്വസ്റ്റ്യൻ 34. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ആർത്രൈറ്റിസ്. സന്ധികളിലുണ്ടാകുന്ന വീക്കത്തെ പൊതുവായി പറയുന്ന പേരാണിത്. ഇത് യൂറിക് ആസിഡ് കാരണം മാത്രം ഉണ്ടാകുന്ന ഒന്നല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി ഗൗട്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ സന്ധികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ടെറ്റനി. ശരീരത്തിൽ കാൽസ്യം കുറയുന്നത് മൂലം മാംസപേശികളിൽ ഉണ്ടാകുന്ന വലിവാണ് ഈ അവസ്ഥ. ഇത് സന്ധിവീക്കമല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആയതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ബി. യൂറിക് ആസിഡ് കൂടുതലാകുമ്പോൾ അത് ക്രിസ്റ്റലായി സന്ധികളിൽ അടിഞ്ഞുകൂടി വേദനയും വീക്കവും ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഗൗട്ട്. ക്വസ്റ്റ്യൻ 35. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്. മലേറിയയ്ക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം പരാതങ്ങളെ മനുഷ്യരിലേക്ക് പകർത്തിവിടുന്നത് ഈ വിഭാഗം കൊതുകുകളാണ്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ബി ഈഡിസ് കൊതുക്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന കൊതുകാണിത്. മലേറിയയുമായി ഇതിന് ബന്ധമില്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഫീമെയിൽ ക്യൂലെക്സ് കൊതുക്. മന്തുരോഗം അഥവാ ഫിലേറിയാസിസ് പരത്തുന്ന കൊതുകാണിത്. മലേറിയയുമായി ഇതിന് ബന്ധമില്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആയതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ എ. മലേറിയ പ്ലാസ്മോഡിയം പാരാസൈറ്റ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് ഫീമെയിൽ അനോഫിലസ് കൊതുക് കടിയിലൂടെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷനുകൾ. എ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ. തെറ്റ്. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഓഫ് ബി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ശരിയാണ്. എ സി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. തെറ്റ്. എ ഡി ഇവയൊന്നുമല്ല. തെറ്റ്. പൊള്ളലേറ്റ രോഗികൾക്ക് ചികിത്സയിൽ സഹായകരമായ ചർമ്മ സംരക്ഷണത്തിനും ഗ്രാഫ്റ്റിംഗിനുമായി കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. ക്വസ്റ്റ്യൻ 37. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യമാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ്. ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഗ്രേ വാട്ടർ. കുളിമുറി, വാഷ് ബേസിൻ, അടുക്കള തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള താരതമ്യേന കുറവ് മലിനമായ ജലമാണിത്. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി റെഡ് വാട്ടർ. ടോയ്ലറ്റ് മാലിന്യജലത്തെ സൂചിപ്പിക്കുന്ന സാധാരണ ശാസ്ത്രീയ പദമല്ല ഇത് എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ബ്ലാക്ക് വാട്ടർ. ടോയ്ലറ്റുകളിൽ നിന്ന് വരുന്ന മനുഷ്യമാലിന്യങ്ങൾ കലർന്ന മലിനജലത്തെയാണ് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആയതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. 38. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേത് പ്രകാശവർഷം, രണ്ടാമത്തേത് റേഡിയൻ, മൂന്നാമത്തേത് പാർസെക്, നാലാമത്തേത് ന്യൂട്ടൺ മീറ്റർ. ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഒന്നാമത്തേതും രണ്ടാമത്തേതും
പ്രകാശവർഷം നീളത്തിന്റെ യൂണിറ്റാണ്, പക്ഷേ റേഡിയൻ കോണളവ് അളക്കുന്നതിനുള്ള യൂണിറ്റായതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി. ഒന്നാമത്തേതും മൂന്നാമത്തേതും പ്രകാശവർഷവും പാർസെക്കും വലിയ ദൂരങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന നീളത്തിന്റെ യൂണിറ്റുകളാണ്. ഒരു പാർസെക് ഏകദേശം 3.26 പ്രകാശവർഷത്തിന് തുല്യമാണ്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തേതും മൂന്നാമത്തേതും പാർസെക് നീളത്തിന്റെ യൂണിറ്റാണ്, എന്നാൽ റേഡിയൻ കോണളവിന്റെ യൂണിറ്റായതിനാൽ ഇത് ശരിയല്ല. ഓപ്ഷൻ ഡി. മൂന്നാമത്തേതും നാലാമത്തേതും പാർസെക് നീളത്തിന്റെ യൂണിറ്റാണ്, പക്ഷേ ന്യൂട്ടൺ മീറ്റർ എന്നത് പ്രവൃത്തി അഥവാ ടോർക്ക് അളക്കാനുള്ള യൂണിറ്റായതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ക്വസ്റ്റ്യൻ 39. 45 ഡിഗ്രി കോണിൽ എറിഞ്ഞ വസ്തുവിന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കാരണമെന്ത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ. വായു പ്രതിരോധം കുറവ്. 45 ഡിഗ്രി കോണിൽ എറിയുന്നതുകൊണ്ട് വായു പ്രതിരോധത്തിൽ പ്രത്യേകിച്ച് കുറവുണ്ടാകില്ല, അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി. ഭാരം കുറവ്. വസ്തു എറിയുന്ന കോണും അതിന്റെ ഭാരവും തമ്മിൽ നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രക്ഷേപണ ദൂരം പരമാവധിയാകുന്നു. 45 ഡിഗ്രി കോണിൽ എറിയുമ്പോൾ വസ്തുവിന്റെ മുന്നോട്ടുള്ള വേഗതയും മുകളിലേക്കുള്ള വേഗതയും കൃത്യമായി സമതുലിതമാകുന്നു. ഇത് വസ്തുവിന് ഏറ്റവും കൂടുതൽ ദൂരം മാക്സിമം റേഞ്ച് നൽകുന്നു. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ഡി. വേഗം ഇരട്ടിയാകും. 45 ഡിഗ്രി കോണിൽ എറിഞ്ഞതുകൊണ്ട് വസ്തുവിന്റെ വേഗതയിൽ മാറ്റമുണ്ടാകില്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ സി. വളരെ താഴ്ന്ന കോണിൽ എറിഞ്ഞാൽ ദൂരം ലഭിക്കുമെങ്കിലും ഉയരം കുറയും. എന്നാൽ 45 ഡിഗ്രി കോണിൽ എറിയുമ്പോൾ ഉയരവും ദൂരവും കൃത്യമായി ബാലൻസ് ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ ദൂരം ലഭിക്കുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ 40. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന അഥവാ വിക്ക് ഇറിഗേഷൻ. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ. വിസ്കോസിറ്റി. ദ്രാവകങ്ങൾ ഒഴുകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ബലമാണിത്. തിരിനനത്തിന്റെ പ്രധാന പ്രവർത്തന തത്വം ഇതല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി. പ്ലവന തത്വം അഥവാ ബോയൻസി. ദ്രാവകത്തിൽ വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്ന പ്രതിഭാസമാണിത്. ജലം ചെടിയിലേക്ക് എത്തുന്നതുമായി ഇതിന് ബന്ധമില്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ധാരാരേഖീയ പ്രവാഹം അഥവാ സ്ട്രീംലൈൻ ഫ്ലോ. ദ്രാവക കണികകൾ ക്രമമായി ഒരേ പാതയിലൂടെ ഒഴുകുന്ന രീതിയാണിത്. തിരിനനത്തിന്റെ അടിസ്ഥാന തത്വം ഇതല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി. കേശികത്വം അഥവാ കാപ്പിലറി ആക്ഷൻ. ചെറിയ സുഷിരങ്ങളിലൂടെയോ ഇടുങ്ങിയ കുഴലുകളിലൂടെയോ ദ്രാവകം ഗുരുത്വാകർഷണത്തിന് വിപരീതമായി മുകളിലേക്ക് കയറുന്ന പ്രതിഭാസമാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ആൻസർ ഡി. വിളക്കിലെ തിരിയെണ്ണ വലിച്ചെടുക്കുന്നതുപോലെ തിരിനനത്തിൽ തിരി ഉപയോഗിച്ച് വെള്ളം പതുക്കെ ചെടികളിലേക്ക് എത്തിക്കുന്നു. ദ്രാവകം ഇത്തരത്തിൽ മുകളിലേക്ക് കയറുന്ന പ്രതിഭാസമാണ് കേശികത്വം അഥവാ കാപ്പിലറി ആക്ഷൻ. ക്വസ്റ്റ്യൻ 41. എക്സ്റേ പോളറിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാം? ഓപ്ഷൻസ്. ഓപ്ഷൻ എ. എക്സോപ്ലാനറ്റുകളും ധൂമകേതുക്കളും. ശക്തമായ എക്സ്റേ വികിരണങ്ങൾ പുറപ്പെടുവിക്കാത്ത ആകാശവസ്തുക്കളാണിവ. അതിനാൽ എക്സ്പോസാറ്റിന് ഇവയെ പഠിക്കാൻ കഴിയില്ല. ഈ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ബി. തമോഗർത്തങ്ങളും അവയുടെ ബൈനറികളും. ഇവ ശക്തമായ എക്സ്റേ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്നവയാണ്. എക്സ്പോസാറ്റിന് ഇവയെ പഠിക്കാൻ കഴിയുന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ന്യൂട്രോൺ നക്ഷത്രങ്ങളും പൾസാറുകളും. ശക്തമായ എക്സ്റേ ഉറവിടങ്ങളായ ഇവയെ എക്സ്പോസാറ്റ് പഠനവിധേയമാക്കുന്നുണ്ട്. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി. ആക്റ്റീവ് ഗാലാക്റ്റിക് ന്യൂക്ലിയസുകൾ. ഗാലക്സികളുടെ കേന്ദ്രഭാഗങ്ങളിൽ നിന്ന് ശക്തമായ എക്സ്റേ വികിരണം പുറപ്പെടുവിക്കുന്ന ഇവയെ എക്സ്പോസാറ്റിന് പഠിക്കാൻ കഴിയും എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ എ. എക്സ്പോസാറ്റ് എന്നത് എക്സ്റേ വികിരണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഉപഗ്രഹമാണ്. അതിനാൽ എക്സ്റേ പുറപ്പെടുവിക്കുന്ന ബഹിരാകാശ വസ്തുക്കളെ ഇതിന് പഠിക്കാൻ സാധിക്കും. എന്നാൽ എക്സ്റേ പുറപ്പെടുവിക്കാത്ത എക്സോപ്ലാനറ്റുകൾ, ധൂമകേതുക്കൾ എന്നിവയെ പഠിക്കാൻ ഈ സാങ്കേതികവിദ്യ മതിയാകില്ല. ക്വസ്റ്റ്യൻ 42. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ. താഴ്ന്ന മർദ്ദം, താഴ്ന്ന താപനില. മർദ്ദം കുറവാണെങ്കിലും താപനില കുറവായാൽ വാതക കണങ്ങൾ തമ്മിലുള്ള ആകർഷണം കൂടുകയും ആദർശ സ്വഭാവം കുറയുകയും ചെയ്യുന്നു. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി. താഴ്ന്ന മർദ്ദം, ഉയർന്ന താപനില. മർദ്ദം കുറവായതിനാൽ വാതക കണങ്ങൾ പരസ്പരം അകലെയായിരിക്കും. താപനില കൂടുതലായതിനാൽ കണങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കണങ്ങൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നതിനാൽ യഥാർത്ഥ വാതകം ഒരു ആദർശവാതകത്തെ പോലെ പെരുമാറുന്നു. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്.
മൂന്നാമത്തെ ഓപ്ഷൻ ഉയർന്ന മർദ്ദം, ഉയർന്ന താപനില. മർദ്ദം കൂടുമ്പോൾ കണങ്ങൾ അടുത്തുവരുന്നതിനാൽ യഥാർത്ഥ സ്വഭാവം കൂടുതലായി പ്രകടിപ്പിക്കുന്നു. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം, താഴ്ന്ന താപനില. ഈ സാഹചര്യത്തിൽ കണങ്ങൾ വളരെ അടുത്തുവരുന്നതിനാലും അവ തമ്മിലുള്ള ആകർഷണം കൂടുന്നതിനാലും ആദർശ സ്വഭാവം കാണിക്കില്ല. അതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ബി. വാതക കണങ്ങൾ തമ്മിൽ അകലുന്ന താഴ്ന്ന മർദ്ദത്തിലും അവ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഉയർന്ന താപനിലയിലും കണങ്ങൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നതിനാൽ യഥാർത്ഥ വാതകം ആദർശവാതക സ്വഭാവം കൈവരിക്കുന്നു. ക്വസ്റ്റ്യൻ 43. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉത്തരം എങ്ങനെ കിട്ടിയത് എന്ന് ഈ പിക്ചർ നോക്കി മനസ്സിലാക്കാമല്ലോ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം 44. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷനുകൾ: എ മിഷൻ വജ്ര, ബി മിഷൻ ചക്ര, സി മിഷൻ സുദർശൻ ചക്ര. ഇന്ത്യയുടെ ബഹുസ്തര വ്യോമ മിസൈൽ പ്രതിരോധ കവച പദ്ധതിയാണിത്. ശരിയാണ്. ഡി മിഷൻ തൃശൂൽ. ഇതൊരു മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പേരാണെങ്കിലും അയൺ ഡോം പോലുള്ള ദേശീയ പ്രതിരോധ കവചം അല്ല. തെറ്റ്. ഉത്തരം സി മിഷൻ സുദർശൻ ചക്ര. ഇസ്രായേലിന്റെ പ്രസിദ്ധമായ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിന് സമാനമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ബഹുസ്തര വ്യോമ പ്രതിരോധ കവചമാണ് മിഷൻ സുദർശൻ ചക്ര. ശത്രുക്കളുടെ മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആകാശത്തുവെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു. രാജ്യാതിർത്തികൾക്കും പ്രധാന നഗരങ്ങൾക്കും സുരക്ഷയൊരുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ചോദ്യം 45. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷനുകൾ: എ കേരള ലളിതകലാ അക്കാദമി. ചിത്രകല, ശില്പകല തുടങ്ങിയ ദൃശ്യകലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ അക്കാദമിയുടെ ആദ്യ ചെയർമാനായിരുന്നു എം രാമവർമ്മ രാജ. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ബി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, സി കേരള സാഹിത്യ അക്കാദമി, ഡി കേരള സംഗീത നാടക അക്കാദമി. ഉത്തരം എ കേരള ലളിതകലാ അക്കാദമി. 1962 തൃശൂർ ആസ്ഥാനമായാണ് ഈ അക്കാദമി സ്ഥാപിതമായത്. ചോദ്യം 46. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷനുകൾ: എ ഷെഫാലി വർമ്മ, ബി സ്മൃതി മന്ധന, സി ഹർമൻപ്രീത് കൗർ, ഡി ദീപ്തി ശർമ്മ. ഉത്തരം സി ഷെഫാലി, സ്മൃതി, ദീപ്തി എന്നിവർ ടീമിലെ പ്രധാന താരങ്ങളായിരുന്നു. പക്ഷേ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് കിരീടം നേടിക്കൊടുത്തത് ഹർമൻപ്രീത് കൗർ ആണ്. ചോദ്യം 47. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷനുകൾ: എ എസ് ഹരീഷ്, ബി ടി ഡി രാമകൃഷ്ണൻ, സി ഫ്രാൻസിസ് നൊറോണ, ഡി സുഭാഷ് ചന്ദ്രൻ. ഉത്തരം ഡി സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ രചിച്ച മനുഷ്യന് ഒരു ആമുഖം മലയാളത്തിലെ ശ്രദ്ധേയമായ നോവലുകളിൽ ഒന്നാണ്. ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടാൻ സാധിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രനെ കൂടാതെ സേതുവിന്റെ പാണ്ഡവപുരം, എം മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്നീ കൃതികൾക്കും ഈ 2 അവാർഡുകളും ഒരുമിച്ച് ലഭിച്ചിട്ടുണ്ട്. ചോദ്യം 48. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉദ്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷനുകൾ: എ മുടിയേറ്റ്. ഇത് കാളിദാരിക യുദ്ധത്തെ ആസ്പദമാക്കി നടത്തുന്ന ഒരു ആചാരാനുഷ്ഠാന കലാരൂപമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ബി സർപ്പം തുള്ളൽ. ഇത് സർപ്പാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരകലാരൂപമാണ്. ദേവദാസി സമ്പ്രദായവുമായി ഇതിന് ബന്ധമില്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. സി മോഹിനിയാട്ടം. ക്ഷേത്ര സംസ്കാരത്തോടും ദേവദാസി സമ്പ്രദായത്തോടും ബന്ധപ്പെട്ട് ഉത്ഭവിച്ച ശാസ്ത്രീയ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടം. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. ഡി കാക്കരശ്ശി നാടകം. ഇത് ഒരു ജനകീയ നാടകരൂപമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉദ്ഭവിച്ചതല്ല എന്നതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഉത്തരം സി മോഹിനിയാട്ടം. മുടിയേറ്റും സർപ്പംതുള്ളലും ആചാരകലാരൂപങ്ങളാണ്. കാക്കരശ്ശി നാടകം ജനകീയ കലാരൂപമാണ്. എന്നാൽ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് വളർന്നുവന്ന ശാസ്ത്രീയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. 49. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ഓപ്ഷനുകൾ: എ സാക്ഷരതാ മിഷൻ,
ഇത് പൊതുവിദ്യാഭ്യാസവും സാക്ഷരതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ആഗോള മലയാളികൾക്കായുള്ള മാതൃഭാഷാ പഠന സംരംഭം അല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ബി. മലയാളം മിഷൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മലയാളം പഠിക്കാൻ അവസരമൊരുക്കുന്നതിനായി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭമാണിത്. അതിനാൽ ഈ ഓപ്ഷൻ ശരിയാണ്. സി. സ്കോൾ കേരള. ഇത് ഹയർ സെക്കൻഡറി തലത്തിലുള്ള ദൂരവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. മാതൃഭാഷാ പഠനത്തിനായുള്ള പ്രത്യേക മിഷൻ അല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഡി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭാഷാപഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. ആഗോള മലയാളികൾക്കായുള്ള പ്രത്യേക പഠന മിഷൻ അല്ലാത്തതിനാൽ ഈ ഓപ്ഷൻ തെറ്റാണ്. ഉത്തരം ബി. മലയാളം മിഷൻ. സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസത്തിനും സ്കോൾ കേരള ദൂരവിദ്യാഭ്യാസത്തിനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഷാപഠനത്തിനും ഗവേഷണത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരമൊരുക്കുന്നത് മലയാളം മിഷനാണ്.